എന്റെ അറിവിൽ സിദ്ധം പറഞ്ഞൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. പക്ഷെ ഇക്കാര്യത്തിൽ എന്തോ കൃഷ്ണയും ഗാഥയും പ്രസവിച്ച അമ്മമാര് നമ്മുടെ കൺമുമ്പിലുണ്ട്. പിന്നെ എങ്ങനെയാ അവര് ഇരട്ടപ്പിറവിയാണെന്ന് കേട്ടപ്പം മുതല് എനിക്ക് സംശയം മാറിയിട്ടില്ല നന്ദ. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞു തിരുമേനി, കൃഷ്ണ നാഗപ്രീതിയുള്ള കുട്ടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 41 ദിവസത്തെ വ്രതം പരിപൂർണമാക്കാൻ ആ കുട്ടിക്ക് സാധിച്ച നമ്മുടെ കുടുംബത്തിന്റെ ശാപം അതോടെ തീരാവുന്നതാണ് എന്നാണ് സിദ്ധന്റെ വാക്കുകള്. മുമ്പൊക്കെ ശൂന്യതയിലേക്ക് നോക്കിയായിരുന്നു നമ്മുടെ പ്രാർത്ഥന. ഒന്നുമില്ലെങ്കിലും ഇപ്പൊ ഒരാള് നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ ധൈര്യത്തിന്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഇച്ഛ പോലെ നടക്കട്ടെ, അല്ലമ്മേ? ഒരു കാര്യം കൂടി സിദ്ധൻ ഊന്നി പറഞ്ഞു. ഈ 41 ദിവസത്തിനിടയിലെ കുടുംബത്തിൽപ്പെട്ട ആര് തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അതിന്റെ ദോഷം വ്രതം അനുഷ്ഠിക്കുന്ന കുട്ടിക്കായിരിക്കും. ഞാനും നീയും ചിന്തിക്കുന്നത് പോലെ കുടുംബത്തിലെല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ മറിച്ചുള്ള അഭിപ്രായക്കാര് വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ. അവര് ചെയ്യുന്ന പ്രവർത്തികൾ പഴച്ച വ്രതമെടുക്കുന്ന കൃഷ്ണമോൾക്ക് തന്നെയാണ് ദോഷം. അല്ലമ്മേ, കൃഷ്ണമോള് ആരാ? കൃഷ്ണമോള് അല്ല, കൊറേ നാളായി അമ്മയെ ഏട്ടനൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിച്ചാൽ അറിയാം അത് ഏതോ രഹസ്യത്തിന്റെ കൈമാറ്റമാണെന്ന്. അല്ലമ്മേ, ഇതെന്താ നമ്മുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റി ഇത്രമാത്രം രഹസ്യം? ഏട്ടനറിയാമെങ്കിൽ ഏട്ടൻ പറഞ്ഞാ മതി. അതിപ്പം ഞാനെന്ത് പറയാനാ? ആരായി വ്രതം എടുക്കുന്ന കൃഷ്ണ? അല്ല, നവീന്റെ ഭാര്യയുടെ പേര് ഗാദി എന്നല്ലേ? അത് പിന്നെ അല്ല, നിനക്ക് എന്താ നിർമ്മല അറിയേണ്ടത്? വ്രതം എടുത്തോണ്ടിരിക്കുന്നത് കൃഷ്ണയാണെന്ന് അമ്മ പറഞ്ഞല്ലോ. അതുകൊണ്ട് അമ്മ എന്താ ഉദ്ദേശിക്കുന്നെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. എത്തി നോക്കാൻ പഠിച്ചാ പോരാ. എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് മുഴുവനായി കേട്ടിട്ട് വേണം പ്രതികരിക്കാൻ. നന്ദ, ഇവിടെ വ്രതം എടുക്കുന്ന കൃഷ്ണയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതെ അതെ അമ്മേ. എന്നിട്ടിപ്പം ഇവള് പറയുന്ന എന്താ? അമ്മയത് കാര്യാക്കണ്ട. ഭ്രാന്ത് പിടിച്ച പോലെയാണല്ലോ അവളുടെ പെരുമാറ്റവും ചോദ്യങ്ങളൊക്കെ. ആ ഭ്രാന്ത് നേരാവണ്ണം ചികിത്സിപ്പിക്കാൻ എനിക്കറിയാം. ഇനി എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ അതിന് ഞാൻ താമസിക്കില്ല. മനസ്സിലായോ? നാഗദോഷം വാങ്ങിച്ചു വെക്കുന്നവർക്ക് ആ ഒരു ജന്മം മാത്രമല്ല, അടുത്തടുത്ത പരമ്പരകൾ വരെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടേയിരിക്കണം. നീയും നിന്റെ മോളും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ ഏതെങ്കിലും വിധത്തിൽ പൂജകൾക്കൊരു വിഘ്നം ഉണ്ടായ നിർമ്മലെ, ഇത്രയും നാള് നിന്നോട് ക്ഷമിച്ചതുപോലെ അത് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ പറഞ്ഞു കേട്ടല്ലോ. അമ്മയെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീയായിട്ട് തന്നെ കളരിക്കൽ തന്ന പുറത്തേക്ക് നിനക്കുള്ള വഴിവിട്ടും. തൽക്കാലം അവളുടെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ അവളായതുകൊണ്ട് ഇതിന്റെ ബാക്കി തെരഞ്ഞുകൊണ്ടേയിരിക്കുമേ. കേൾവിയിലും കാഴ്ചയിലും ആരെ അതിശയിപ്പിക്കും നിർമ്മല. സംസാരമൊക്കെ സൂക്ഷിച്ചു മതി. ഞാൻ ഇവളെ വെറുതെ വിടുന്നു കരുതണ്ട. ഇതിനൊക്കെ ഞാൻ അവളോട് പ്രതികാരം ചെയ്തിരിക്കും.
ഉണ്ടാവും മാം. കുറെ നേരമായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. എന്ത് പറ്റി മാം? കുറെ നേരമായിട്ട് കണ്ടിട്ടില്ലേ? നിന്നോട് ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മുറിയിലേക്ക് ചെന്ന് കയറിയ ഗാഥ മാഡം ദേഷ്യപ്പെടുമെന്ന് കരുതി. ഹ, അവള് ദേഷ്യപ്പെട്ട അത് കേൾക്കണം. അതിനാ ശമ്പളം തന്ന് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിറയെ ആളുകളുണ്ട്, പക്ഷെ റൂമിലിരിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കാൻ ആളില്ല. മാം വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടാവുന്നാ തോന്നുന്നു. അതെന്തിനാ അമ്മേ? ഞാൻ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നതല്ലേ, ഭാര്യയല്ലല്ലോ. ആര് പറഞ്ഞു? നീ നവീന്റെ ഭാര്യ തന്നെയേ. നിന്റെ കഴുത്തിൽ നവീന താലി കെട്ടിയിരിക്കുന്നത്. എല്ലാ ചടങ്ങുകളും പാലിച്ച് നടന്നൊരു കല്യാണം അത് തമാശയായിട്ട് കാണാൻ പറ്റില്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? കഴുത്തിലുള്ള താലി സംരക്ഷിക്കേണ്ടത് ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വം. ആ താലി കെട്ടിയവനെ സംരക്ഷിക്കേണ്ടത് അതിനേക്കാൾ കൂടിയ കർത്തവ്യം. അത് ചെയ്യാന് അമ്മ മോളോട് പറയുന്നേ. അവന്റെ ഭക്ഷണ കാര്യങ്ങൾ നോക്കണം, നവീന്റെ ഓഫീസിൽ പോകുന്ന കാര്യങ്ങൾ നോക്കണം, നവീന്റെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കുറവുകൾ എല്ലാം തിരിച്ചറിയാൻ ഇനി നിനക്ക് പറ്റണം. നാളെ മുതല് അവന്റെ ഭാര്യ തന്നെയായിരിക്കണം നീ. അമ്മേ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭ്രാന്ത് പറയല്ലേ. എനിക്കെങ്ങനെ അങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നേ? ഈ വേഷം കെട്ടലിനുള്ള കൂലി വാങ്ങിച്ചു കഴിഞ്ഞതല്ലേ ഞാൻ. ഇനി ഇതിലാരെയും ഞാൻ ചതിക്കണ്ടേ? ഒരു ചതിയുമില്ല.